ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ കറുത്ത് പോയ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 കറുത്ത് പോയ ബനാനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. നെയ്യ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ബനാന ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നല്ല കറുത്ത് പോയ പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഏലക്ക ഒന്ന് ചതച്ചിട്ടും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഞാൻ 1/2 മുറി തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങ കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 1 കപ്പ് ഒന്നിച്ചിട്ട് കൊടുക്കേണ്ട, 2-3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത ഗോതമ്പ് പൊടി നന്നായി മിക്സ് ആയതിനു ശേഷം വേണം അടുത്തത് ചേർക്കാൻ. അപ്പോൾ രണ്ടാമത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെ തവി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റത്തെ പൊടി കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ഇതിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവിയിട്ട് വേണം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിൽ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. കാരണം നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് വേവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ നമ്മൾ നേന്ത്രപ്പഴം ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം അത് ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ പുറമെ മാത്രം ബ്രൗൺ കളർ ആവും, ഉള്ളു വേവില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. ഇപ്പോൾ കണ്ടത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ഹെൽത്തി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവില്ലേ ഇതുപോലെ കറുത്ത് പോയത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഹെൽത്തി ആണല്ലോ, നമ്മൾ നേന്ത്രപ്പഴം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് 2-3-4 ദിവസം വേണമെങ്കിൽ കേടുകൂടാതിരിക്കും കേട്ടോ. അങ്ങനെയുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.